ഒരു വ്യക്തിയുടെ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാൻസർ കെയർ പോർട്ടലിലൂടെ എങ്ങനെ നടത്താമെന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. അതിനായി ccs.ehealth.kerala.gov.in എന്ന ലിങ്ക് ഉപയോഗിച്ച് ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. ശേഷം കാണുന്ന ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പോപ്പപ്പ് സ്ക്രീനിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ക്യാൻസർ കെയർ ഡാഷ്ബോർഡ് ഇവിടെ ദൃശ്യമാകുന്നു. ഇടതുവശത്ത് നൽകിയിരിക്കുന്ന ആരോഗ്യ ആനന്ദം ക്ലിക്ക് ചെയ്ത് സ്ക്രീനിംഗ് സെലക്ട് ചെയ്യുക. ശൈലി സർവേ അല്ലെങ്കിൽ PH സർവേ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ UHID ഉള്ള ഒരു വ്യക്തിയെ സെർച്ച് ചെയ്ത് സ്ക്രീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിങ്ങിനായുള്ള സെർച്ച് 4 തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. UHID, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, നെയിം ആൻഡ് മൊബൈൽ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നു. UHID സെലക്ട് ചെയ്യുമ്പോൾ UHID എൻ്റർ ചെയ്ത് നൽകാനുള്ള ഒരു ഓപ്ഷൻ ദൃശ്യമാകുന്നു. ഒപ്പം തന്നെ ബാർകോഡ് സ്കാനും ലഭ്യമാണ്. ആധാർ നമ്പർ സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ടെക്സ്റ്റ് ഫീൽഡിനോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഡിവൈസ് ഉപയോഗിച്ചുള്ള ബാർകോഡ് സ്കാൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ബാർകോഡ് സ്കാൻ എന്നിവയും ലഭ്യമാണ്. മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ പേരും മൊബൈൽ നമ്പറും ഒരുമിച്ച് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനും ഓപ്ഷൻ ലഭ്യമാണ്. ഇവിടെ ആദ്യം ഒരു UHID നൽകി സെർച്ച് ചെയ്യുന്നു. സെർച്ചിങ് പ്ലീസ് വെയിറ്റ് എന്ന പോപ്പപ്പ് മെസ്സേജ് വരികയും അതിനുശേഷം ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ദൃശ്യമാകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ശൈലി സർവേ അല്ലെങ്കിൽ PH സർവേ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ UHID ഉള്ള ഒരു വ്യക്തി ആണെങ്കിലോ മാത്രമേ സെർച്ച് റിസൾട്ട് ലഭ്യമാകുകയുള്ളൂ. ഈ ഡീറ്റെയിൽസിൻ്റെ സോഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിംഗ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പ്രീഫിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടാതെ ആവശ്യമായ ഡേറ്റ നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ നൽകിയത് കൊണ്ട് തന്നെ ID കാർഡ് ടൈപ്പും ID കാർഡ് നമ്പറും നൽകണം എന്ന് നിർബന്ധമില്ല. ID കാർഡ് ടൈപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, അതേഴ്സ് എന്നിവയിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. റേഷൻ കാർഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് എല്ലാ ഫീൽഡും ഫിൽ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ സ്ക്രീനിംഗ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ സ്ക്രീനിംഗ് വിൻഡോയിലേക്ക് പ്രവേശിക്കുന്നു. സ്ക്രീനിംഗ് വിൻഡോയിൽ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ദൃശ്യമാകുന്നു. കൺസൾട്ടേഷൻ ആൻഡ് ഫോളോ അപ്പ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡിസീസിൽ നിന്നും സ്ക്രീൻ ചെയ്യപ്പെടേണ്ട ഡിസീസ് സെലക്ട് ചെയ്യുക. കൺസൾട്ടേഷൻ ഡീറ്റെയിൽസിൽ ആവശ്യമായ ഡേറ്റ എൻ്റർ ചെയ്ത് നൽകുക. ഇൻവെസ്റ്റിഗേഷൻ ഓർഡറിൽ ഇൻവെസ്റ്റിഗേഷൻ നെയിം എന്ന ഫീൽഡിൽ ചെയ്യേണ്ട ടെസ്റ്റ് നെയിം ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഗവൺമെൻറ് സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്ട് നൽകി ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് റിമാർക്സും നൽകി ആഡ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഗവൺമെൻറ് മാറി പ്രൈവറ്റ് നൽകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്ന ഫീൽഡിൽ നെയിം എൻ്റർ ചെയ്ത് നൽകാൻ സാധിക്കുന്നു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനായി റെഫറൽ സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പും നെയിമും നൽകി അതോടൊപ്പം റെഫേർഡ് റീസണും മറ്റ് വിവരങ്ങളും നൽകി ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ആധാർ നമ്പർ നൽകി സെർച്ച് ചെയ്ത് നോക്കാം. ഈ വ്യക്തിക്ക് PH ഡാറ്റ, ശൈലി ഡേറ്റ, UHID ഒന്നും ഇല്ലാത്തത് കാരണം നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന മെസ്സേജ് ദൃശ്യമാകുന്നു. അങ്ങനെയുള്ള വ്യക്തികളുടെ സ്ക്രീനിംഗ് ന്യൂ രജിസ്ട്രേഷൻ വഴി സാധ്യമാകുന്നതാണ്. പേഴ്സണൽ ഇൻഫർമേഷനും കൂടെ മറ്റു ഡീറ്റെയിൽസും നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുന്നത് കാരണം ഇവിടെ മറ്റ് ID എൻ്റർ ചെയ്ത് നൽകണം എന്ന് നിർബന്ധമില്ല. മുഴുവൻ ഡീറ്റെയിൽസ് നൽകാതെ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ വാലിഡേഷൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ദൃശ്യമാകുന്നു. മാൻഡേറ്ററി ഫീൽഡുകളെല്ലാം ഫിൽ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ സ്ക്രീനിംഗ് ചെയ്യാവുന്നതാണ്. ഇനി മൊബൈൽ നമ്പർ നൽകി ഒരു വ്യക്തിയെ സെർച്ച് ചെയ്ത് മുന്നേ പറഞ്ഞ രീതിയിൽ ആ വ്യക്തിയെ സ്ക്രീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മൊബൈൽ നമ്പറിൽ തന്നെ പുതിയൊരു വ്യക്തിയെ ആഡ് ചെയ്യാനായി നെയിം ആൻഡ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക. പേരും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്തു നൽകി സെർച്ച് ചെയ്യുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന മെസ്സേജ് ദൃശ്യമാകുന്നു. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ്.